ഹലോ ഫ്രണ്ട്സ്, ഞാനുള്ളത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടും NH-66 തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്ഷൻ റോഡിൻ്റെ വർക്കിൻ്റെ ഭാഗത്താണ് ഞാനിന്നുള്ളത്. ഈ ഭാഗത്ത് ഇന്ന് ജിയോ ഗ്രിഡും ജിയോ ക്ലോത്തും അതുമാത്രമല്ല പാനലിംഗ് കണക്ഷനും ഇന്നിവിടെ നടക്കുന്നുണ്ട്. ആ ഒരു വർക്ക് പാനലിംഗ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്ന് പലരും മെസ്സേജിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് ആ പാനൽ കണക്ട് ചെയ്യുന്നത് എങ്ങനെ തന്നെ നോക്കാം. ആ ഒരു വർക്കിംഗ് പോർഷനിലാണ് ഞാനുള്ളത്. നമുക്ക് പോകാം എങ്ങനെയാണ് പാനലിംഗ് ഈ പറയുന്ന റോഡുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കണക്ഷൻ റോഡിൻ്റെ മെയിൻ പോർഷൻ വർക്ക് നടക്കുന്ന ഭാഗത്താണ് ഉള്ളത്. നമ്മൾ എല്ലാ പോർഷനിലും വർക്ക് നടക്കുന്നുണ്ടെങ്കിലും ഈ ഭാഗത്താണ് പൂർണ്ണമായിട്ടും ഈ പറയുന്ന ട്രഡ്ജ് ചെയ്ത മണൽ ഉപയോഗിച്ച് നികത്തിയെടുത്തിരിക്കുന്നത്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ധാരാളം മണൽ കൊണ്ട് ലോറിയിലെ ഡംപ് ചെയ്യുന്നതും വളരെ ഫാസ്റ്റായിട്ട് തന്നെ എക്സ്കവേറ്റർ ഉപയോഗിച്ച് അത് നിരത്തി നിലവിൽ ഈ പറയുന്ന ജിയോ ക്ലോത്തും ജിയോ ഗ്രിഡും വിട്ട് നികത്തി വരുന്നു. അതുമാത്രമല്ല പാനലിംഗ് വർക്ക് അവിടെ നടക്കുന്നുണ്ട്. ആ വർക്കാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ തൊട്ടപ്പുറത്തെ ഭാഗത്ത് ഇതുപോലെ, അതായത് നമ്മളിപ്പോൾ നികത്തി എടുത്തതുപോലെ തന്നെ കുളമായിട്ട് കിടക്കുന്ന ഒരു പ്ലേസ് ഉണ്ട്. കുളം തന്നെ എടുത്ത് പറയാൻ കാരണം ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. നിലവിൽ നിങ്ങൾക്കത് ഇതാ ഒരു ഹെവി പമ്പ് ഉപയോഗിച്ച് ഇത് വെള്ളം പമ്പ് ചെയ്ത് കളയുന്നുണ്ടോ. ഇതുപോലെ തന്നെയാണ് ഈ ഭാഗം മൊത്തം ഉള്ളത്. ഇതേപോലെ വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞിട്ടാണ് നിലവിൽ ഈ പറയുന്ന നല്ല ആഴത്തിൽ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 6-7 മീറ്ററോളം കുടിച്ചിട്ടാണ് ചെളി മൊത്തവും വാരി കളഞ്ഞതിന് ശേഷം നിലവിൽ നമ്മൾ ഈ കണ്ടതുപോലെ ട്രഡ്ജ് ചെയ്ത മണൽ ഉപയോഗിച്ച് ലെയർ ബൈ ലെയറായിട്ട് ആ വർക്കുകൾ നടക്കുന്നത് കേട്ടോ. ഇതുപോലെ വെള്ളം അടിച്ച് കളയുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ നമ്മുടെ ഈ വർക്ക് നടക്കുന്ന പല ഭാഗത്തും ഏതാണ്ട് 1700 മീറ്ററിൽ ഏതാണ്ട് 1000 മീറ്റർ വരെ 1 കിലോമീറ്ററോളം ഇങ്ങനെ തന്നെയാണ്. ഈ വെള്ളം പൂർണ്ണമായിട്ടും അടിച്ചു കളയാതെയും വലിയ പ്ലേസുകളിലൊക്കെ 2 ഹെവി ബ്രിഡ്ജ് പണിതിട്ടുണ്ട്. നമുക്ക് അമ്പലത്തിൻ്റെ സൈഡും നമുക്ക് എൻഡ് പോർഷനും കാണാൻ സാധിക്കും. ഇത് ഈ ഒരു ചെറിയ തോട് പോലെ, തോടെന്ന് പറയാൻ പറ്റില്ല, ഈ സൈഡിലൂടെ വെള്ളം ഒലിച്ചു പോകുന്ന രീതിയിലാണ് ഇത് പമ്പ് ചെയ്ത് വിടുന്നത്. ഞാൻ പമ്പ് ചെയ്ത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ സൈഡിലേക്ക് ഇങ്ങനെ പമ്പ് ചെയ്ത് കളയുന്ന വെള്ളം കണ്ടോ. ഈ വർക്കാണ് ഈ പോർഷനിൽ നടക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്നപ്പോൾ ഈ ഒരു പമ്പിൻ്റെ സൗണ്ട് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു 4-5 മാസമാണ് വർക്കിംഗ് ടൈമായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിച്ചത്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ടാണ് എല്ലാ വർക്കും നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതും വളരെ ഫാസ്റ്റായിട്ട് നിലവിൽ നമ്മളെ കണക്ടിവിറ്റിയുടെ ഓരോ ദിവസം കൂടുന്തോറും അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഒരാഴ്ചയിൽ അപ്ഡേഷൻ എടുക്കുന്നെങ്കിൽ അതല്ല, വളരെ ഫാസ്റ്റായിട്ടാണ് ഈ പറയുന്ന കണക്ഷൻ റോഡിൻ്റെ വർക്കുകൾ മോണിറ്റർ ചെയ്ത് വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് പോകുന്നത്. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെയും മോണിറ്ററിങ് തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് കണ്ട ഒരു ശംഖ് നമുക്ക് കിട്ടും. ഇത് വളരെ ചെറിയ ശംഖാണ്. ഇതുപോലുള്ള വലിയ ശംഖുകളാണ് ട്രഡ്ജ് ചെയ്ത മണലിലൂടെ കിട്ടുന്നത് കേട്ടോ. ഇത് വളരെ ചെറിയൊരു ശംഖാണ്. അവിടെ ധാരാളമായി മണൽ ശംഖുണ്ട്. ചെറിയ ചെറിയ ശംഖുകളാണ്. വലിയ ശംഖൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ വലിയ ശംഖൊക്കെ ഡ്രഡ്ജ് ചെയ്യുമ്പോൾ കിട്ടും എന്നാണ് പരിസരവാസികളൊക്കെ പറയുന്നത്. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ചെറിയ റോഡിലൂടെ നമുക്ക് പോകാം. നമുക്ക് പോയാൽ നമുക്ക് തൊട്ടപ്പുറത്ത് ഈ പറയുന്ന ജിയോ പാനലിംഗ് നടക്കുന്ന ആ സ്ഥലത്തേക്ക് പോകാൻ സാധിക്കും. ഇപ്പോൾ കണക്ഷൻ റോഡിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് ധാരാളം ലോറികളാണ് ദിനംപ്രതി ഇതുവഴി കടന്നു പോകുന്നത്. ഇങ്ങനെ ഒരു റോഡുള്ളത് കാരണം നമുക്ക് ഈ റോഡിൻ്റെ ഏത് വശത്തേക്കും ഏത് ഭാഗത്തേക്കും വളരെ ഫാസ്റ്റായിട്ട് ലോറികൾക്ക് എക്യുപ്മെൻറ്റ്സ് ആയിട്ട് എത്താനായി സാധിക്കുന്നു. അതുകൊണ്ട് ഈ വർക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം ഈ റോഡ് മാത്രമാണെങ്കിൽ ഇത് ഫില്ല് ചെയ്ത് വരാനേ സാധിക്കുള്ളൂ. പക്ഷേ ഈ സൈഡിലൊരു ബൈ റോഡ് കൂടെ ഉള്ളത് കാരണം വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മളെ ഈ പറയുന്ന ഈ ട്രഡ്ജ് ചെയ്ത് മണലാവട്ടെ ഹെവി എക്യുപ്മെൻറ്റ്സ് എല്ലാം വളരെ ഫാസ്റ്റായിട്ട് റോഡിൻ്റെ പല ഭാഗത്തേക്ക് പോയി വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് നടക്കാൻ സാധിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ റോഡ് നമ്മളെപ്പോഴും പോകുന്നതാണ്. നമുക്ക് ഈ സൈഡിലോട്ട് വണ്ടി വയ്ക്കുന്നതാണ് നമുക്ക് ഉചിതം. കാരണം വലിയ ലോറികളാണ് ഇതുവഴി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിനി കുറച്ച് ദൂരം ഇറങ്ങി നടന്നാൽ, കാരണം ഇനി വർക്കിംഗ് സൈറ്റിനകത്തോട്ട് നമ്മൾ സ്കൂട്ടർ കയറ്റുന്നത് ശരിയല്ല. കാരണം അത് ഹെവി എക്യുപ്മെൻറ്റ്സും മെഷീൻസും ഉള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ നമ്മൾ സൈഡിലായിട്ട് വെച്ചിട്ട് നമുക്ക് നടന്നു പോയാൽ കുറച്ച് ദൂരമേ ഉള്ളൂ. കുറച്ച് ദൂരം നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് നിലവിൽ ഈ പറയുന്ന പാനലിംഗ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഞാൻ വളരെ ദൂരം നോക്കുമ്പോൾ ചെറുതായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പാനൽ കണക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിരുന്നില്ല. ഈ ഭാഗത്തൊക്കെ നമ്മൾ ഈ പറയുന്ന കോൺക്രീറ്റ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. അതെ, കഴിഞ്ഞ വീഡിയോയിൽ
നമുക്ക് പാനലിൽ കണക്ട് ചെയ്ത് കാണാൻ സാധിച്ചില്ല. പാനൽ മാത്രം ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് എടുത്ത് വെക്കുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായിട്ടും പാനൽ കണക്ട് ചെയ്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഇവിടെ കൊണ്ട് തട്ടിയ ഈ പറയുന്ന പിന്നെ ഡ്രഡ്ജ് ചെയ്ത മണലെല്ലാം പൂർണ്ണമായിട്ടും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ഹെവി എക്സ്കവേറ്ററും ലോറിയും നമുക്ക് കാണാൻ സാധിക്കും. മണൽ അല്ലെങ്കിൽ ഈ മണൽ കഴിയുന്നതനുസരിച്ച് പോർട്ടിൽ നിന്ന് ഡ്രഡ്ജ് ചെയ്ത് മണൽ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഇത് പൂർണ്ണമായിട്ട് ഫില്ല് ചെയ്ത് വളരെ ഫാസ്റ്റായിട്ടാണ് എല്ലാ വർക്കുകളും ഇപ്പോൾ നമ്മുടെ കാഴ്ചയിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ വീഡിയോയും ഷൂട്ട് ചെയ്യുന്നത്. എത്രത്തോളമാണ് വർക്ക് കംപ്ലീറ്റ് ആവുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനേ സാധിക്കും. ധാരാളം ജിയോ ഗ്രിഡ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഹെവി സ്ലാബുകളും, അതായത് നമ്മൾ ഈ പറയുന്ന വർക്കിന് ആവശ്യമായിട്ടുള്ള പാനലിംഗ് സ്ലാബുകളൊക്കെ ഇവിടെ ഉണ്ട്. അതും ധാരാളമായി ഇവിടെ കൊണ്ട് ഡംപ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോകും. ഇവിടെ ഈ പോർഷനിലാണ് മെയിൻ വർക്കുകൾ നടക്കുന്നത്. ഈ പോർഷൻ്റെ ഫസ്റ്റിലത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം ഈ പോർഷൻ എങ്ങനെ. ഇതാണ് ജിയോ ക്ലോത്ത്, കണ്ടോ, ഇത്രയും കട്ടിയുള്ള ഒരു ക്ലോത്താണ് ജിയോ ക്ലോത്ത്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. നല്ല കളറാണ്, കണ്ടോ. ഇതാണ് ആ ജിയോ ക്ലോത്ത്. ഞാനൊന്ന് വലിച്ചു നോക്കിയതാണ്. നല്ല കട്ടിയാണ്. ഒരു പ്രത്യേകതരം മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഈ ജിയോ ക്ലോത്ത് പണിത്. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് മനസ്സിലാവും എന്തായി മെറ്റീരിയൽ എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞു ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ട് എല്ലാവരും ഫുഡ് കഴിക്കാനായി പോയി. അതുകൊണ്ട് നമുക്കറിയാൻ അവരോട് ചോദിച്ച് മനസ്സിലാക്കാനായി സാധിക്കുന്നില്ല. എന്നാലും നമുക്ക് വർക്ക് ഇല്ലാത്ത സമയത്തല്ല, ഇപ്പോൾ ഈ പറയുന്ന വർക്ക് നിലവിലില്ലാത്ത സമയത്താണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ സാധിക്കും. കാരണം ആരും ഇല്ലല്ലോ, നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. വർക്ക് നടക്കുവാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കും ഷൂട്ട് ചെയ്യാൻ സാധിക്കും, ഇല്ലെന്നല്ല. എന്നാലും നമുക്ക് കുറച്ചുകൂടി വൈഡായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് നമ്മളെ പാനലിംഗ്. നമ്മളെ ഈ പാനലിങ് നമ്മളെ റോഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മളെ ജിയോ ഗ്രിഡ് ഉപയോഗിച്ചാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ പാനലിൽ 12 ഹൂക്കുകളാണ് ഉള്ളത്. ഒരു പാനലിൽ, അതായത് 3, 3, 6, 12 ഹൂക്കുകളാണ് നമുക്ക് ഈ കാണാൻ സാധിക്കും. ഈ ഹൂക്കിൽ ഓരോ 3 ഹൂക്കിന് 2 ജിയോ പാനലിംഗ് ഗ്രിഡ് ഉണ്ടോ, അത് കട്ട് ചെയ്ത് ഇതേ പൊസിഷനിൽ കട്ട് ചെയ്ത് ഇത് റോഡുമായിട്ട് പൂർണ്ണമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും കണക്ഷൻ വരുമെന്ന് എനിക്ക് അറിയില്ല. മുകളിൽ വെച്ചാൽ നിലവിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ ബേസിക് ആയിരിക്കും. നിലവിൽ ആരും ഇപ്പോൾ സൈറ്റ് എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ അവരോട് ചോദിക്കായിരുന്നു. ഈ വർക്ക് കാണുന്നവർക്ക് സ്ഥിരമായിട്ട് അറിയാം ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നുള്ളത്. ഇതെങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ജിയോ ഗ്രിഡ് എന്ന് പറയുന്നത് ഇത്തിരി കട്ടിയുള്ളതും അതായത് വിട്ടുപോകാത്തതുമായ മെറ്റീരിയലാണ്. ഇങ്ങനെ ഈ നമ്മുടെ ഈ റോഡുമായിട്ട് കണക്ട് ചെയ്താണ് ഇത് മൊത്തവും കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും, കേട്ടോ. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ആൾക്കാർ കണ്ടിട്ടില്ല, ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്ന് ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ വിഴിഞ്ഞം പോർട്ടിൽ വന്നപ്പോൾ ഇവിടെ വന്ന് വീഡിയോ എടുത്തുണ്ടോ. ഇങ്ങനെയാണ് ഇത് മൊത്തവും കണക്ട് ചെയ്തിട്ടുണ്ടോ. ഇവിടെ ഇരിക്കുന്ന ഈ പറയുന്ന പാനലിംഗ് എല്ലാം ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്, ഉണ്ടോ. ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ പിന്നെ ഈ പറയുന്ന ഡ്രഡ്ജ് ചെയ്ത മണലിട്ട് അതിൻ്റെ മുകളിൽ ജിയോ ക്ലോത്ത് ഇട്ട് അതിൻ്റെ മുകളിൽ അങ്ങനെ ഓരോ 25-30 സെൻറ്റിമീറ്റർ വെച്ചിട്ട് കണക്ട് ചെയ്ത് മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ അത് മാത്രം കണക്ട് ചെയ്ത് പോകുന്നതോടൊപ്പം തന്നെ ഈ മണ്ണ് പ്രഷർ ചെയ്താണ് കറക്റ്റ്. അത് 25 സെൻറ്റിമീറ്റർ, ചുമ്മാ 25 സെൻറ്റിമീറ്റർ അല്ല, ഇത് പ്രഷർ ചെയ്യുമ്പോൾ എത്ര സെൻറ്റിമീറ്റർ ആണോ ആ 25-30 സെൻറ്റിമീറ്റർ വെച്ചാണ് ഈ കണക്ട് ചെയ്ത് അങ്ങനെ പോകുന്നത്. അപ്പോൾ എത്രത്തോളം പെർഫെക്റ്റ് ആണ് ആ വർക്കുകളെന്ന് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാനായി സാധിക്കും. ഈ പാനലിംഗ് വർക്കൊക്കെ ഇവിടെയൊക്കെ നടന്നു വരുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ പാനലിംഗ് വർക്കൊന്നും തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ ഭാഗത്തെല്ലാം പാനലിംഗ് വർക്ക് കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല ഡ്രഡ്ജ് ചെയ്ത മണൽ ഡംപ് ചെയ്ത് കുറേ ഭാഗത്തെത്തിയിരിക്കുന്നു. അതുമാത്രമല്ല അത് എക്സ്കവേറ്റർ ഉപയോഗിച്ച് നിരത്തി കുറേ ഭാഗത്തേക്ക് ഫില്ല് ചെയ്തിരിക്കുന്നു. ഈ ഭാഗത്തെ ചെളിയെല്ലാം കഴിഞ്ഞ പ്രാവശ്യം എക്സ്കവേറ്ററിൽ കോരി മാറ്റുന്നെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇപ്പോൾ നടക്കുന്നത് 4 വശത്തു നിന്നും, അത് ഞാൻ ഈ പറഞ്ഞ പോലെ സൈഡിലൂടെയുള്ള റോഡുള്ളത് കാരണം, അതായത് കണക്ഷൻ റോഡുള്ള ഈ ചെറിയ ബൈ റോഡുള്ളത് കാരണം അവിടെ കൂടി പല ഭാഗത്തേക്ക് ഈ പറയുന്ന നാച്ചുറൽ നിലവിൽ ഡ്രഡ്ജ് ചെയ്ത മണൽ പല ഭാഗത്തു നിന്നും ഡംപ് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്കിപ്പോൾ ഓരോ ദിവസം വെച്ച് പറയുവാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ടാണ് വർക്കെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് തൊട്ടപ്പുറത്തെ വശത്ത് നമ്മൾ കണ്ടതുപോലെ പാനലിംഗ് ഇവിടെയും കണക്ട് ചെയ്തിട്ടുണ്ട്, ഉണ്ടോ. ഇത്രത്തോളമാണ് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി എല്ലാ പാനലിംഗ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ഞാൻ പറയുന്ന പോലെ 12 ക്ലാമ്പാണ് നിലവിൽ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും താഴെയുള്ള 6 ക്ലാമ്പാണ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ആ മുകളിലുള്ള ക്ലാമ്പിൻ്റെ അവിടെ എത്തുമ്പോൾ ഇതേപോലെ കണക്ഷൻ വരും. ഇത് ലെയർ ബൈ ലെയറാണ് കണക്ഷൻ എല്ലാം ഈ പറയുന്ന മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്നത്. ചുമ്മാ ഇതിൻ്റെ മുകളിൽ മണ്ണിട്ട് പോകുന്നതല്ല എന്ന് നമുക്ക് ഇതിൽ തന്നെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്, കണ്ടോ. ഹെവി ടെൻഷനിലാണ് ഇത് റോഡുമായിട്ട് കണക്ട് ചെയ്ത് പോകുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ
നിലവിൽ ഇപ്പോൾ ഈ കണ്ടെയ്നർ ലോറി, ഇപ്പോൾ ഈ വലിയ വലിയ നമുക്ക് പറയണ്ടല്ലോ, പലർക്കും ആശങ്കയുണ്ട് ഇത്രയും വലിയ കണ്ടെയ്നർ ലോറി പോകുമ്പോൾ ഇതിൽ താഴ്ന്നു പോകുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും താഴ്ന്നു പോകില്ല. അതിനു വേണ്ടിയാണ് ഈ വർക്ക് ഇത്രയും ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ ഒരു കാരണവശാലും അങ്ങനെ പോകില്ല. നമ്മൾ ഈ കണ്ട ജിയോ ക്ലോത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ ജിയോ ക്ലോത്ത് 2 ഐറ്റം ക്ലോത്ത് ഉണ്ട്, കട്ടിയുള്ളത് കട്ടിയില്ലത്, അങ്ങനെ 2-3 ലെയറാണ് ജിയോ ക്ലോത്തും ജിയോ ഗ്രിഡും ഇട്ട് നിലവിൽ ഫില്ല് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ വർക്കും വളരെ ഫാസ്റ്റായിട്ടാണ് ഇവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജിയോ ക്ലോത്ത് കണ്ടിരുന്നില്ല, കാരണം അത് പാക്ക് ചെയ്ത് വെച്ച് പറ്റിയില്ലായിരുന്നു. ഇപ്പോൾ ആ ജിയോ ക്ലോത്തിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി 1-1.5 മണിക്കൂർ നിന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ജിയോ ക്ലോത്തിൻ്റെ വർക്ക് നടക്കുന്നത് കാണാൻ സാധിക്കുകയുള്ളൂ. എന്താ ഇവിടെയും ധാരാളം ജിയോ ഗ്രിഡ് ഇതാ ഇവിടെ കൊണ്ടിട്ടുണ്ടോ. അങ്ങനെ ആ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ടും വളരെ പെർഫെക്റ്റ് ആയിട്ടും, അതുമാത്രമല്ല കറക്റ്റായിട്ട് മോണിറ്ററിങ് ചെയ്തിട്ടാണ് ആ വർക്ക് മുന്നോട്ട് പോകുന്നത് തന്നെ. കാരണം പോർട്ടിൽ നിന്നും വളരെ ഫാസ്റ്റായിട്ട് അദാനിയുടെ എഞ്ചിനീയേഴ്സിന് വന്ന് മോണിറ്റർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം 1 കിലോമീറ്ററോളം വണ്ടിയിൽ വരുന്ന കേസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് പോകാനും സാധിക്കും. അതിനാൽ വളരെ വേഗത്തിലും വളരെ ഫാസ്റ്റായിട്ടും വർക്കുകൾ നടക്കുന്നു. ഈ ഭാഗത്തിലൂടെ നമുക്ക് ഈ വശത്തെ റോഡെല്ലാം ഇനി കംപ്ലീറ്റ് ആയിരിക്കുന്നു. നമുക്ക് ഇനി പാലത്തിൻ്റെ അപ്പുറത്തൊന്നും പോകണ്ട. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ നമുക്ക് പാലത്തിൻ്റെ അവിടെ നിന്ന് വേണമെങ്കിൽ നോക്കാം. ഇപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഭാഗമാണ് ഇത്. ഈ റോഡിലൂടെ വന്ന ആർക്കും ഈ വർക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. കാരണം ഈ വർഷത്തെല്ലാം ആദ്യമായിട്ട് നമ്മൾ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം പുല്ല് പിടിച്ചിടുന്ന സ്ഥലം എല്ലാം ക്ലിയർ ആക്കിയിരിക്കും. ഇപ്പോൾ നമ്മൾ കണ്ട പാലം എന്ന് പറയുന്നത് ഈ അമ്പലത്തിൻ്റെ സൈഡിൽ ഇതുപോലൊരു വലിയൊരു കുളമുണ്ട്. ഈ കുളത്തിൻ്റെ മുകളിൽ ഒരു പാലവും, പിന്നെ നമ്മൾ വർക്ക് NH66 കണക്ട് ചെയ്യുന്ന ഭാഗത്തും അവിടെ ഒരു വലിയ കുളമുണ്ട്. അത് നികത്തിയെടുക്കാൻ വലിയ പ്രയാസമുള്ള സ്ഥലങ്ങളാണ്. ഈ നികത്തിയെടുക്കാൻ പ്രയാസമുള്ള സ്ഥലങ്ങളിൽ ഈ 1700 മീറ്ററിൽ 2 ബ്രിഡ്ജാണ് പണിത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നികത്തിയെടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഈ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് നികത്തിയെടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ 2 ബ്രിഡ്ജും പൂർണ്ണമായിട്ടും പണിതിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ കാണുന്ന ഈ വർക്ക്. ഇനി അങ്ങോട്ടുള്ള വർക്കുകളെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ അവിടെ ഈ പറയുന്ന പിന്നെ ലൈറ്റിങ്ങിൻ്റെ വർക്കുകൾ, അതായത് ഈ ഹൈമാസ് ലൈറ്റ് പോലത്തുള്ള ലൈറ്റിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. കണ്ടോ, ഇതാണ് പൂർണ്ണമായിട്ടും ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക്. ഇനി അടുത്ത ആഴ്ച അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞ് വന്നാൽ തീർച്ചയായിട്ടും ഇതിൽ മാറ്റം സംഭവിക്കും. ഇനി നമുക്ക് അടുത്തായിട്ട് അറിയേണ്ടത്, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പോർട്ടാണ്. ഇപ്പോൾ 2 ഷിപ്പുകളാണ് ഇപ്പോൾ mooringലായിട്ടുള്ളത്. ആ 2 ഷിപ്പുകളെ നമുക്ക് കാണാനായി സാധിക്കും. അതിൽ വലിയൊരു ഷിപ്പ് MSC സോണിയ എന്ന് പറയുന്ന വലിയൊരു മദർ ഷിപ്പും MSC ദിയ F എന്ന് പറയുന്ന ഒരു ഫീഡർ വെസലും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ MSC ദിയ F 147 മീറ്ററാണ് ലെന്ത്, 23 ആണ് ഷിപ്പിന്റെ ബീം, 8 മീറ്ററാണ് ഷിപ്പിന്റെ ഡ്രാഫ്റ്റ്, 19 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ വളരെ സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ദിയ Fന് 1100 TEU കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ സാധിക്കും. അതുമാത്രമല്ല 220 TEU റീഫർ കണ്ടെയ്നറും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഷിപ്പാണ് MSC ദിയ F. അതുമാത്രമല്ല ആ കപ്പലിൻ്റെ ക്രെയിനുകൾ, അതായത് ഇതിൽ ചെറിയ 2 ക്രെയിനുകളുണ്ട്. ക്രെയിനുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കാണാൻ സാധിക്കും. കാരണം കണ്ടെയ്നർ അവിടെ STS ക്രെയിൻ ഉപയോഗിച്ച് ലോഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്ന ക്രെയിൻ പോർഷൻ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്. അതായത് നിലവിൽ ബ്രേക്ക് വാട്ടറിൻ്റെ ഭാഗത്തേക്ക് തള്ളി നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഇത് 2ാമത്തെ, അതായത് ചെറിയ ഷിപ്പാണ്. നിലവിൽ ഇനി അടുത്ത് വലിയൊരു ഷിപ്പ് നിലവിലുള്ളത് MSC സോണിയ എന്ന് പറയുന്ന ഷിപ്പാണ്. ഈ ഷിപ്പിന് പ്രത്യേകതകളുണ്ട്. ഇത് അമേരിക്കയിൽ നേരിട്ട് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്ന ഷിപ്പാണ്. വലിയൊരു ഷിപ്പ് തന്നെയാണ് MSC സോണിയ എന്ന് പറയുന്ന ഷിപ്പ്. ഏകദേശം 365.6 മീറ്റർ നീളമുള്ള ഷിപ്പ്, 51.2 മീറ്ററാണ് ഷിപ്പിന്റെ ബീം, 29.9 മീറ്ററാണ് ഷിപ്പിന്റെ ഡെപ്ത്, 17.5 മീറ്ററാണ് ഷിപ്പിന്റെ ഡ്രാഫ്റ്റ്, 13,200 TEU കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഷിപ്പിന് 1000 റീഫർ കണ്ടെയ്നറും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വലിയൊരു ഷിപ്പാണ് MSC സോണിയ. ഇത് അമേരിക്കയിൽ നിന്നും നേരെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. ഇനി അടുത്ത് JNPTയിലേക്കാണ് ഇത് പോകുന്നതും. ഇപ്പോൾ നമ്മൾ കാണുന്ന ഷിപ്പിന്റെ ഏറ്റവും പ്രധാന പോർഷനാണ് നമ്മൾ ഈ കാണുന്നത്. ബ്രിഡ്ജ് പോർഷനും ബ്രിഡ്ജിന്റെ വിങ്ങും വീൽ ഹൗസും നാവിഗേഷൻ എക്യുപ്മെന്റ്സും റഡാറും സിഗ്നൽ മാസ്റ്റും അടങ്ങിയ ബ്രിഡ്ജ് പോർഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല ഫണൽ പോർഷൻ ഈ പോർഷനോട് ചേർന്നിട്ടല്ല. ഇപ്പോൾ നമ്മൾ സൈഡിലൂടെ കാണുന്ന ബ്രിഡ്ജ് വിങ് ആണ് നമ്മൾ കാണുന്നത്. ഏറ്റവും ബാക്ക് പോർഷനാണ്. വീൽ ഹൗസിന്റെ കുറച്ച് പോർഷനും നമുക്ക് ഇവിടെ നിന്നാൽ
കാണാവുന്നതാണ്. വലിയൊരു ഷിപ്പ് തന്നെയാണ് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിൽ ബെർത്തിങ്ങിലായിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിലും വലിയ ഷിപ്പുകൾ വന്നിട്ടുണ്ടെങ്കിലും നിലവിൽ 2 മദർഷിപ്പ് ഇതുവരെ ബെർത്ത് ചെയ്തിട്ടില്ല. ഒരു മദർഷിപ്പും ഒരു ഫീഡർ വെസലും തന്നെയാണ് ബെർത്ത് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഫണൽ പോർഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫണലിലൂടെ പുക ഉയർന്നു പൊങ്ങുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. കണ്ടോ, ഈ ഫണൽ പോർഷൻ 3-4 പോർഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് 3-4 വലിയ ഫണലാണ് ഇതിനകത്തുള്ളത് തന്നെ. അതിൽ നിന്ന് ഒരു ചെറിയ ഫണൽ നിന്നാണ് ഈ പുക ഇങ്ങനെ ഉയർന്നു പൊങ്ങുന്നത്. ഷിപ്പ് ഇപ്പോൾ സ്റ്റോപ്പ് ആണോ ചോദിച്ചാൽ സ്റ്റോപ്പ് അല്ല. രണ്ടും, അതായത് സ്റ്റോപ്പ് അല്ലാത്തൊരു ന്യൂട്രൽ മോഡൽ തന്നെയായിരിക്കും നിലവിൽ ഷിപ്പ് ഉള്ളത്. ഇപ്പോൾ ധാരാളം കണ്ടെയ്നർ കൊണ്ടുപോകുന്ന ലോറികളെ കാണാൻ സാധിക്കുന്നതോടൊപ്പം നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന്റെ യാർഡ് പോർഷനിൽ ധാരാളം കണ്ടെയ്നറാണ് നിരനിരയായി അടുക്കി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ 1.5 ലക്ഷം TEU കണ്ടെയ്നറിന് മുകളിൽ ഇപ്പോൾ ട്രാൻസ്ഷിപ്മെന്റിന്റെ ഭാഗമായിട്ട് നിലവിൽ പല രാജ്യങ്ങളിലേക്കും ഇന്ത്യയിലെ പല സ്റ്റേറ്റിലേക്കും പോയിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കുറച്ച് ദിവസം മുന്നേ ഏതാണ്ട് 1.5 ലാക്സ് ആണെങ്കിൽ ഇപ്പോൾ അതിലും കൂടാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇതുപോലുള്ള ഷിപ്പുകളാണ് വിഴിഞ്ഞം പോർട്ടിൽ, അതായത് മദർഷിപ്പും ഫീഡർ വെസലും മത്സരം വെച്ചാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും 1-2 ഷിപ്പ് പുറത്താണ്, വെയിറ്റിംഗിലാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് വരാൻ വേണ്ടി. കാരണം വിഴിഞ്ഞം പോർട്ടിന്റെ താരിഫ് റേറ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവ് തന്നെയാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വിഴിഞ്ഞം പോർട്ടിന്റെ റേറ്റ് അടങ്ങിയ, താരിഫ് റേറ്റ് അടങ്ങിയ അല്ലെങ്കിൽ എക്സ്പെൻസ് അടങ്ങിയ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ എൻഡ് ഭാഗത്ത് ഞാൻ എൻ്റെ സ്ക്രീനിൽ തന്നെ കൊടുക്കാം. ഒന്ന് കണ്ടു നോക്കി അറിയാം. മറ്റു പോർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ റേറ്റാണ് വിഴിഞ്ഞം പോർട്ട് നൽകിയിട്ടുള്ളത്. അതിനാൽ ധാരാളം ഷിപ്പ് വരുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മളെപ്പോഴും പറയുന്ന പോലെ ഈ പറയുന്ന ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ടിൻ്റെ ഏറ്റവും അടുത്തുള്ള പോർഷനാണ്, അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലമുള്ള നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്കും ധാരാളം ഷിപ്പുകൾ ഇനിയും വന്നു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നമ്മൾ ഈ സൂം ചെയ്ത് പോകുന്ന ഈ ഭാഗത്താണ് ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉള്ളത്. ബ്രേക്ക് വാട്ടർ ഫസ്റ്റ് ഫേസിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് 2960 മീറ്ററാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഈ ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇപ്പോൾ 10 മീറ്റർ വീതിയുള്ള റോഡിൻ്റെ വർക്കുകൾ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗത്തെല്ലാം നമ്മൾ സെന്റിനൽ ഹബ് ഉപയോഗിച്ചും വീഡിയോയിലൂടെയും നമ്മൾ കണ്ട് മനസ്സിലാക്കിയതാണ്. ആ ഭാഗത്തെല്ലാം റോഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ റോഡിൻ്റെ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന സൈഡിലുള്ള സൈഡ് വാൾ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ വാൾ എന്ന് പറയും. പ്രൊട്ടക്ഷൻ വാളിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇത് ഇവിടെയൊക്കെ ഇനി കുറച്ച് കോൺക്രീറ്റ് പോർഷൻ ബാക്കിയുണ്ട്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. സെൻട്രലിലൂടെയുള്ള 10 മീറ്റർ റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ പ്രൊട്ടക്ഷൻ വാളിൻ്റെ വർക്കിലേക്കൊക്കെ പോകുന്നത്. നമ്മൾ ഈ കണ്ട ബാക്കിയുള്ള വർക്ക്, പ്രൊട്ടക്ഷൻ വാളിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വളരെ കുറച്ച് മാത്രമാണ് ഇനി വർക്കുള്ളത്. ഡേ നൈറ്റാണ് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൻ്റെ വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ വളരെ ഫാസ്റ്റായിട്ട് എല്ലാ വർക്കും കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കണ്ടോ, ഇവിടെ ഈ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഭാഗത്താണ്, ഞാൻ സൂം ചെയ്ത് നമുക്ക് നോക്കാം, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഭാഗത്താണ് ഇനി പ്രൊട്ടക്ഷൻ വാളിൻ്റെ വർക്കുകൾ ഇപ്പോൾ നടക്കാനുള്ളതും. അവിടെ എല്ലാം വർക്കുകൾ നടക്കുന്നുണ്ട്. നല്ല വെയിലാണ് ഇപ്പോൾ ഈ സമയത്ത് തന്നെ. ഇതാ ഒരു ജനറേറ്ററൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനറേറ്ററും ഹൈമാസ്റ്റ് ലൈറ്റും കാണാൻ സാധിക്കുന്നത് ഡേ നൈറ്റ് വർക്ക് നടക്കുന്നതുകൊണ്ടാണ് ഈ ഭാഗത്തെല്ലാം ജനറേറ്റർ കാണുന്നത്. കണ്ടോ, ഒന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാനിങ്ങനെ ഹോൾഡ് ചെയ്ത് പോകുന്നത് നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാൻ കൂടി തന്നെയാണ്. ഞാൻ പറഞ്ഞു പോകുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതുമാത്രമല്ല, ഹെവി അയൺ റോഡ്സുമായിട്ട് അല്ലെങ്കിൽ ഹെവി TMTയുമായിട്ട് ലോറി വെയിറ്റ് ചെയ്യുന്നുണ്ട്. കോൺക്രീറ്റിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ആ ലോറിയും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയ ഒരു ഹെവി എക്സ്കവേറ്റർ കാണാൻ സാധിക്കും. ധാരാളം വർക്കിംഗ് സ്റ്റാഫുകളാണ് ആ സ്ഥലത്തുള്ളതുണ്ടോ. ആ സ്ഥലത്തുള്ളത് ഇവിടെ ആ റോഡിൻ്റെ വർക്കുകളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. കോൺക്രീറ്റിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് കണ്ടോ ഈ പോർഷനിൽ. അതിനാൽ ധാരാളം വർക്കിംഗ് സ്റ്റാഫിനെ നമുക്ക് ഈ ഭാഗത്ത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. നല്ല ചൂടാണ് ഇപ്പോൾ ഈ സമയത്ത് തന്നെ. ഇപ്പോൾ ഞാൻ പുറത്ത് നിന്നാലും നിലവിൽ ഈ പറഞ്ഞ പോർട്ടിൻ്റെ അകത്ത് നിന്നാലും, കാരണം ഈ ഭാഗത്ത് തിരമാലയൊന്നുമില്ല. അതിനാൽ നല്ല ബ്രേക്ക് വാട്ടർ ഉള്ളത് കാരണം, തിരമാല ഇല്ലാത്ത കാരണം നല്ല ചൂട് തന്നെയാണ് ഈ ഭാഗത്തെല്ലാം. ഈ ചൂടിനെയും തണുപ്പിനെയും അതിജീവിച്ച് തന്നെയാണ് എല്ലാ വർക്കുകളും വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നത്. വിഴിഞ്ഞ പ്രോജക്റ്റ് വർക്കല്ല, എല്ലാ വർക്കും അങ്ങനെ തന്നെയാണെങ്കിലും ഈ പോർട്ട് വർക്കും വളരെ ഫാസ്റ്റായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് ഞാൻ പറഞ്ഞതാണ്. നിലവിൽ വലിയൊരു ക്രെയിൻ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ കാണുന്ന ഈ ക്രെയിനാണ് നമുക്ക് പല ഭാഗത്തായിട്ട് ഈ പറയുന്ന ആക്രോപോഡ് ഫില്ല് ചെയ്യുന്നതും, നമുക്ക് ഹെവി ഈ പറയുന്ന സൈഡ് പ്രൊട്ടക്ഷൻ വാളിലുള്ള ആ കോൺക്രീറ്റ് ബ്ലോക്ക് എടുത്ത് വയ്ക്കുന്നതല്ല ഈ ഒരു ഹെവി ക്രെയിനുണ്ട്. മഞ്ഞ കളറിലെ ക്രെയിനാണ്. ഇത് വളരെ അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ക്രെയിനും ഇവിടെ നിൽപ്പുണ്ട്. അങ്ങനെ വിഴിഞ്ഞം പോർട്ടിൻ്റെ എല്ലാ വർക്കുകളും
വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും തീർച്ചയായിട്ടും അപ്ഡേഷൻ ഞാൻ നൽകുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കുടിവെള്ളവുമായിട്ട് ടാങ്കർ ലോറികളും പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.